ബിഗ് ബ്രേക്കിംഗ് ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ വിവാദമായതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിക്കൊരുങ്ങി സംവിധായകൻ രഞ്ജിത്ത്. നാളെ രാജിക്കത്ത് കൈമാറും. പോലീസ് പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് രാജി. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് രാജി തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. മഹേഷ്, ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ് ആണ്. മുഖ്യമന്ത്രിയുടെ ഇടപെടലോട് കൂടിയാണോ ഒരു രാജി പ്രഖ്യാപനം? സ്വമേധയാ രാജിവെക്കാനാണോ തീരുമാനം, അതോ സർക്കാർ ഇടപെടലോ? നയന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രഞ്ജിത്തിനോട് രാജിവെക്കുന്ന നിർദ്ദേശം നൽകിയത്. അദ്ദേഹം ഇന്ന് നിയമോപദേശം തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനും കേസിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇതിൽ മൊഴി നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ബംഗാളി നടിയുമായി പോലീസ് സംസാരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പരാതികൾ മുന്നോട്ട് പോകുന്നുണ്ടോ ആ പ്രാഥമിക അന്വേഷണമായിരിക്കും നടത്തുക. എന്തായാലും ഈ പ്രാഥമിക അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ രഞ്ജിത്ത് ഈ പദവി തുടർന്ന് അനൗചിത്യമുണ്ട് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തുടർന്നാണ് രാജ്യസന്നദ്ധ സംവിധായകൻ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനുമായ രഞ്ജിത്ത് അറിയിച്ചത്. രഞ്ജിത്ത് നാളെ തന്നെ രാജി സമർപ്പിക്കുമെന്ന വളരെ നിർണായകമായ വിവരമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. നയന. ശരി മഹേഷ് ചന്ദ്രൻ, എന്തായാലും ഏറെ നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ വിവാദമായതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും സംവിധായകൻ രഞ്ജിത്ത് രാജി വെക്കുന്നു. നാളെ രാജിക്കത്ത് കൈമാറും. പോലീസ് പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് രാജി. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് രാജി തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കൂടുതൽ വിവരങ്ങളുമായി ഷബ്ന സിയാദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, ഒടുവിൽ രഞ്ജിത്ത് രാജിയിലേക്ക് എത്തുന്നു. മറ്റു വഴികൾ ഒന്നുമില്ലാതെയാണോ ഈ ഒരു രാജിയിലേക്ക് ഇപ്പോൾ രഞ്ജിത്ത് എത്തി നിൽക്കുന്നത്? നടിയുടെ പരാതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ രഞ്ജിത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ സർക്കാർ നിയമോപദേശം തേടുകയും സർക്കാർ അഭിഭാഷകരുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിൽ നിന്നും സർക്കാരിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശം പോലീസിന് ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു എൻക്വയറി നടത്താം, പ്രിലിമിനറി എൻക്വയറി നടത്താം. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുറ്റകൃത്യം വെളിവായാൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാം. അതുപോലെ ഈ നടിയുടെ മൊഴി പോലീസിന് രേഖപ്പെടുത്താം. അതിനും പോലീസിന് മുന്നിൽ മറ്റ് നിയമ തടസ്സങ്ങളില്ല. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി കൂടി ഇടപെട്ടാണ് ഇത്തരത്തിൽ ഒരു സാധ്യതയിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയത് എന്നാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും പോലീസ് ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ആ രീതിയിലാണ് സർക്കാരിന് ലഭിച്ചിട്ടുള്ള നിയമോപദേശവും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തും. ഈ നടിയിൽ നിന്ന് മൊഴിയെടുക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇത്തരത്തിൽ പോലീസിന്റെ ഒരു നീക്കമുണ്ടായ സാഹചര്യത്തിൽ രഞ്ജിത്ത് നാളെ തന്നെ രാജി സമർപ്പിക്കും എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ച് ഒരു പരാതിക്ക് കാത്തു നിൽക്കാതെ അല്ലെങ്കിൽ നടി രേഖാമൂലം പരാതി നൽകണം എന്ന അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് വിട്ട് ഇപ്പോൾ വലിയ പ്രതിഷേധം ഈ നടിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. ആ രീതിയിൽ വലിയ പ്രതിഷേധം കൂടി കണക്കിലെടുത്താണ് സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും പോലീസ് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷമായിരിക്കും ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യണമോ എന്ന കാര്യത്തിലേക്ക് എത്തുക. ആദ്യം തന്നെ നടിയുടെ മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷം ഇതിൽ ഈ മൊഴിയിൽ നടി ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് പരാതിയായി സ്വീകരിക്കുകയും അത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യാം. അല്ലെങ്കിൽ ഈ കേസ് ക്ലോസ് ചെയ്യാം. ഏത് തരത്തിലാണെങ്കിലും പോലീസിന്റെ പ്രാഥമിക നടപടി ആരംഭിച്ചിരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരിക്കുന്നു. ശരി ഷബ്ന, എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു 6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ പേരെടുത്ത് തന്നെ ബംഗാളി നടി ശ്രീലേഖ മിത്ര പരാതി ഉന്നയിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് പാലേരി മാണിക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ അഭിനയിക്കാനെത്തിയ തന്നോട് വളരെ മോശമായ രീതിയിലാണ് രഞ്ജിത്ത് പെരുമാറിയതെന്നും അതിൽ തനിക്ക് ഒരു രാത്രി മുഴുവൻ പേടിയോടെ കഴിഞ്ഞുവെന്നും അടുത്ത ദിവസം തന്നെ ആ സിനിമയിൽ അഭിനയിക്കാതെ താൻ മടങ്ങിപ്പോയി എന്നുമാണ് ശ്രീലേഖ മിത്ര ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിൽ പ്രമുഖ
സംവിധായകനാണ്, അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ പേരെടുത്ത് തന്നെയായിരുന്നു ആ ഒരു വിമർശനം ഉന്നയിച്ചത്. അത് വലിയ തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ വിവരങ്ങളുമായി ഇനി മഹേഷ് ചന്ദ്രൻ കൂടി ചേരുകയാണ്. മഹേഷ്, ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത് മന്ത്രിയുടെ ഈ കാര്യത്തിലൊരു ഇടപെടലാണ്. ആദ്യം ശക്തമായ സംരക്ഷണമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാന് മന്ത്രി ഒരുക്കിയത്. എന്നാൽ പിന്നീട് ആ നിലപാട് മാറ്റുകയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരിക്കുന്നു. ഇടത് കേന്ദ്രങ്ങളിൽ നിന്നടക്കം ശക്തമായ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണോ ഇപ്പോൾ രഞ്ജിത്ത് ഈ ഒരു രാജിക്കൊരുങ്ങുന്നത്? വിമർശനങ്ങളുടെയും സമ്മർദ്ദങ്ങൾക്കും അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് നിർണായകമായി മാറുകയായിരുന്നു. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുകയും നിയമോപദേശം തേടുകയും ചെയ്തു. കാരണം ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോൾ രഞ്ജിത്ത് തുടരുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലേക്കുള്ളൊരു ആരോപണം ഒരു നടി അത് തുറന്നു പറഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ പേരടക്കം പറഞ്ഞിരിക്കുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ആ സംഭവ സമയത്ത് അദ്ദേഹം ഇതുപോലെയുള്ള ഔദ്യോഗിക സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ വന്ന സമയത്ത് അദ്ദേഹം ഇരിക്കുന്നത് ഒരു ഉയർന്ന പദവിയിലാണ്, ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ എന്ന പദവിയിലാണ്. അപ്പോൾ ചലച്ചിത്ര മേഖലയിലെ ആകെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പദവിയിൽ തുടരുന്ന ഒരാൾ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലേക്ക് ഒരു ആരോപണം ഒരു നടി ഉന്നയിക്കും അത് ഗുരുതരമായി കണ്ടേ മതിയാകൂ എന്ന കാര്യത്തിലേക്ക് നിലപാടിലേക്ക് സർക്കാരിന് നീങ്ങേണ്ടി വന്നു. ശക്തമായ സമ്മർദ്ദങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടായി. ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് CPI പോലെയുള്ള പാർട്ടികൾ ഇക്കാര്യത്തിൽ എതിർപ്പുമായി പരസ്യ രംഗത്ത് വരുന്ന സ്ഥിതി ഉണ്ടായി. അത് മാത്രമല്ല വൃന്ദ കാരാട്ടിനെ, ആനി രാജയെ പോലുള്ള നേതാക്കൾ രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായി. ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ ശ്രീലേഖ മിത്ര എന്ന നടി. അത് പശ്ചിമ ബംഗാളിലെ CPM പ്രസ്ഥാനവുമായി കൈകോർത്ത് നിൽക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് പോലും CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത്തരം ഒരു വ്യക്തി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിന്റെ ഗൗരവം കൂടുകയും ചെയ്യുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എന്തായാലും ഇത്തരത്തിലേക്കുള്ള ഒരു ആരോപണവുമായി ഒരു സ്ത്രീ രംഗത്ത് വരുമ്പോൾ അക്കാര്യത്തിൽ അവർക്കൊപ്പം നിലകൊള്ളണം എന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്ക് എന്തായാലും അല്പം വൈകിയാണെങ്കിൽ പോലും സർക്കാരിന് എത്തേണ്ടി വന്നു. അതിൽ മുഖ്യമന്ത്രി നിയമോപദേശം തേടിയപ്പോൾ ഇക്കാര്യത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പ്രാഥമിക അന്വേഷണം പോലീസ് നടത്തുന്നതിന്റെ ഭാഗമായി പോലീസ് ശ്രീലേഖ മിത്രയെ ബന്ധപ്പെടാൻ വേണ്ടി അവരെ ഫോണിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ശ്രീലേഖ മിത്ര ഈ പറയുന്ന ആരോപണത്തിൽ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ നിയമ നടപടി മുന്നോട്ട് പോകാൻ താൻ ഒരുക്കമാണെന്ന് പറഞ്ഞാൽ പോലീസ് ശബ്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും, FIR ഇടും, അതിന്റെ നേരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകും. അതല്ല തനിക്ക് ഇത്തരത്തിലേക്കുള്ള നിയമ നടപടികളിൽ താല്പര്യമില്ല, താൻ പശ്ചിമ ബംഗാളിലാണ്, അതുകൊണ്ട് താല്പര്യമില്ല എന്ന നിലപാട് നേരത്തെ മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീലേഖ മിത്ര. അങ്ങനെ ആണ് അവർ നിലപാട് സ്വീകരിക്കുന്നത് എങ്കിൽ പോലും ഈ പ്രാഥമിക അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ രഞ്ജിത്ത് ഇനി തുടരുന്നത് അത് ധാർമ്മികമായി ശരിയല്ല എന്ന നിലപാട് സർക്കാരും അതുപോലെ CPM-ഉം പാർട്ടി എന്ന നിലയിലും കൈക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രഞ്ജിത്തിനെ രാജിവെക്കാൻ നിർബന്ധമായി തീരേണ്ടി വന്നത്. നേരത്തെ തന്നെ രഞ്ജിത്ത് സൂചിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞാൽ താൻ രാജിവെക്കും എന്നാണ് പറഞ്ഞത്. താൻ ഇക്കാര്യത്തിൽ ഇരയാണ്, തന്നെ ഇത്തരത്തിൽ വെറുതെ അനാവശ്യമായി ആരോപിച്ച് കൊടുക്കുകയാണ് ചെയ്തത് എന്ന നിലപാടാണ് ഈ രഞ്ജിത്ത് കൈക്കൊള്ളുകയും ചെയ്ത്. എന്തായാലും രഞ്ജിത്ത് നാളെ രാജി സമർപ്പിക്കുമെന്ന വ്യക്തമായ വിവരമാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. അതെ മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തുവിടുന്ന ന്യൂസ് മലയാളത്തിന്റെ ബിഗ് ബ്രേക്കിംഗ് ആണ്. സംവിധായകൻ ആയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കും എന്നുള്ളത്. നാളെയാണ് ആ രാജിവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരം. ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ വിവാദമായതോടെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സംവിധായകൻ രഞ്ജിത്ത് രാജിക്കൊരുങ്ങുന്നത്. നാളെ രാജിക്കത്ത് കൈമാറുമെന്നുള്ളതാണ്. പോലീസ് പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് രാജി. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇത്രയും വേഗം ഒരു രാജി തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം വയനാട്ടിൽ ഒരു റിസോർട്ടിലായിരുന്നു. അവിടേക്ക് എത്തിയത് ഔദ്യോഗിക വാഹനത്തിലാണ്. എന്നാൽ അവിടുന്ന് തിരിച്ച് കോഴിക്കോടേക്ക് തിരിച്ചത് ആ വാഹനത്തിൽ നിന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള ബോർഡ് മാറ്റിയിട്ടാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം നമ്മൾ കണ്ടിരുന്നു, കേട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു രാജിക്കായിട്ട് നാളെ രാജിവെക്കും, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും സംവിധായകൻ രഞ്ജിത്ത് രാജിവെക്കും എന്നുള്ള ഏറ്റവും വലിയ വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്.